അങ്ങനെ ചെറിയ ചെറിയ കാടും മലയെല്ലാം കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് ഫുൾ അരുവികളും വെള്ളച്ചാട്ടം ഒക്കെയാണ് കേട്ടോ. അതേ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ എങ്ങോട്ടാണ് പോക്കുന്നത്. അതേ വാഗമണിലോട്ട് തന്നെയാണ്. അപ്പുകുട്ടനും പൊന്നുകുട്ടിയും കിടന്ന് നല്ല ഉറക്കമാണ്. ഇതേ നോക്കിക്കേ, ഇങ്ങനത്തെ ഒരുപാട് അരുവികൾ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല സ്പോട്ടാണ്. പക്ഷെ ഞങ്ങളെങ്ങും നിർത്തിയില്ല കേട്ടോ. അതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ മറ്റൊരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. തികച്ചും കോയിൻസിഡൻസ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പുട്ടനെയും പൊന്നൂട്ടിയെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പക്ഷേ അപ്പുട്ടനെ എഴുന്നേക്കാൻ മടിയാണ്. പൊന്നു എഴുന്നേറ്റു. പിന്നെ അവളുടെ വികൃതികളൊക്കെ തുടങ്ങി. അവൾ ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് മീറ്റ് ചെയ്തിരിക്കുന്ന ആൾ ഈ ഒരു ഫാമിലിയാണ് കേട്ടോ. ഇതാരാണെന്നറിയാമോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ്. അനിയൻ്റെ ചേച്ചി എന്ന് പറയാം. അപ്പം ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്തു. അവിടെ പോകുന്ന വഴിക്ക്, വാഗമൺ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അവിടെ ഫ്രൂട്ട് കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അവിടെ കയറി അവിടെ നല്ല കേക്കും ചായയും കിട്ടുന്നുകൊണ്ടാണ് അനിയൻ അവിടെ കയറ്റിയത് കേട്ടോ. നല്ല ചായയായിരുന്നു, പറയാതിരിക്കാൻ വല്ല. നല്ല സൂപ്പർ ടീ ആയിരുന്നു. ഹസ്ബൻഡിനോട് ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിച്ചു തുടങ്ങിയപ്പോൾ അനിയത്തി പറഞ്ഞു, പുറകിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന്. ആരായാലും ആഗ്രഹിച്ചു പോകും നമ്മുടെ ഫ്രൂട്ട് കഫേയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. കാരണം അമ്മാതിരി ആംബിയൻസ് ആണ് കേട്ടോ. നല്ല സൂപ്പർ ക്ലാസി വൈബാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാകും. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ആണെന്ന് അറിഞ്ഞതോടുകൂടി പുള്ളിക്കാരി എഴുന്നേറ്റ് പോയി. നല്ല ചൂട് മൊമോസാണ് പിന്നെ ഓർഡർ ചെയ്തത്. 2-3 പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു. നല്ല ചൂടായത് കാരണം തന്നെ എല്ലാ ഫീലിങ്സും നമ്മുടെ മുഖത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ പഴംപൊരി ഉണ്ട് എന്ന് ചേച്ചിമാർ പറഞ്ഞു. അനിയൻ എന്തായാലും പഴംപൊരി കൂടെ കഴിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് പഴംപൊരിയുമായിട്ട് ഞങ്ങളിത് ഫ്രൂട്ട് കഫേയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് യാത്രയായിട്ടോ.